നമുക്കിന്നൊരു മധുരമായാലോ, ഒരു കടല പായസം വയ്ക്കാം. അതിനായി ആദ്യം കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കണം. അതിനായി അല്പം നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കടലയിട്ട് എല്ലാ കടലയിട്ട് അത് ആ നെയ്യുമായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്കടുത്ത് ശർക്കര ഒരുക്കാം. അതിനായി മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുത്ത് നമുക്ക് ഉരുക്കിയെടുക്കാം. അത് കഴിഞ്ഞ് പായസം ഉണ്ടാക്കാനുള്ള ഒരു പാത്രം എടുക്കുക. അടികട്ടിയുള്ള പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് വേവിച്ച കടല ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ശർക്കര പാനി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണ രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. അത് മിക്സായ ശേഷം തേങ്ങാപ്പാലെടുത്ത് അതിൻ്റെ പാല് പിഴിഞ്ഞതെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ലൂസായിട്ടാണെങ്കിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാലെടുക്കുക. രണ്ടാം പാലും കൂടി ചേർത്താൽ മതി. രണ്ടാം പാലും ഒന്നാം പാലും കൂടി ചേർത്താൽ മതി. അതിനുശേഷം ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിച്ച് അത് തിളച്ച ശേഷം നന്നായി എല്ലാം പാകത്തിനാകുമ്പോൾ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കടല പായസം റെഡിയാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.